പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മട്ടൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. സൂപ്പ് ഇഷ്ടപ്പെടാത്തവർ പോലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയേ, ഫുള്ളും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2 ടീസ്പൂൺ വീതം കുരുമുളകും ചെറിയ ജീരകവും, ഒരു 2.5 ടീസ്പൂൺ മുഴുവൻ മല്ലിയും എടുത്ത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ചതച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഒരു 10-15 ചുവന്നുള്ളിയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് സൂപ്പ് റെഡിയാക്കാൻ വേണ്ടി മട്ടൻ്റെ ലെഗ് പോലത്തെ പീസസ് ആണ് കേട്ടോ വേണ്ടത്. കൂടുതൽ എല്ലുള്ള പീസ് നമുക്ക് കൂടുതലായിട്ട് എടുക്കാം. ഞാനത് 1 കിലോയോളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളിയും കുറച്ച് വേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയും പിന്നെ 2 പീസ് പട്ട, ഒരു 4-5 ഏലക്ക, ഒരു 4-5 കറിയാമ്പും കൂടി ഇതിലേക്കിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസും കുറച്ച് വിനാഗിരി, 1 ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് എത്രയാണോ സൂപ്പ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാം. ഇനി കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 10 വിസിലും വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ, നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ഫ്രൈ ചെയ്തത് നമ്മുടെ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കൂടുതൽ മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി സിമ്പിളായിട്ടുള്ള മട്ടൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സൂപ്പ് റെഡിയാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. വെറുതെ തള്ളണമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.